എല്ലാം വെട്ടിപ്പറക്കുക. എന്നിട്ട് അഞ്ചാറിന് അവിടെ കൊണ്ടിട്ട് വെള്ളത്തിലിട്ടായിരുന്നു. ഞാൻ ഒരു കൈ വായിക്കൂടെ നമുക്ക് കൊണ്ടുപോകാം. മഴ വരുന്നവരുടെ കൂടുതൽ വെള്ളത്തിൽ കിടക്കും. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ. രാവിലെ മോനുക്കുട്ടനും മുത്തും പള്ളിയിൽ പോയി. ഞാൻ പോയില്ല, എനിക്ക് ഒട്ടും വയ്യായിരുന്നു പ്രിയങ്ങളെ, അതുകൊണ്ടാണ് പോകുന്നത്. പള്ളിയിൽ പോക്കൊന്നും നമ്മൾ വേറൊരു കാര്യത്തിൻ്റെ പേരിലും മാറ്റി വെക്കുന്നതൊന്നുമല്ല. ഇന്ന് വയ്യാഞ്ഞത് കൊണ്ട് പോയില്ല. മുത്ത് പോയിട്ട് വന്നതാണ്. ഇപ്പം അപ്പൂൻ്റെ അടുക്ക പോയി എന്തൊക്കെയോ പരിപാടികൾ ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എടാ കുഞ്ഞിനെ വിളിക്കണ്ടേ? 12 മണിയാവാറേ. ഓ അയ്യ, പനിയല്ലല്ലോ മോനെ. വേദനയായിരിക്കും. കഴിക്കുക. മിക്കവാറും കിഡ്നി എല്ലാം അടിച്ചു. അതേ ഉള്ളു ഇനി ബാക്കി. ലിവർ ഫംഗ്ഷനാ. ഉണ്ടോ ഈ ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ടോ? മറ്റേ ഇതുണ്ടോ, ഫാറ്റി ലിവർ ഉണ്ടോ? അത് നോക്കാൻ പറയണം. അതാ അതിന്റെ കാര്യം. LFT നോക്കാൻ പറഞ്ഞു. 3 മാസം കഴിയുമ്പോൾ ഒന്നുകൂടെ നോക്കാനാണ്. അമ്മ രാവിലെ വീട്ടിലോട്ട് പോയി. അമ്മയ്ക്ക് അവിടെ വയ്യ, എന്നാലും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. കർട്ടനൊക്കെ കഴുകിയായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഇടണം, മടക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ ആവുന്ന പറഞ്ഞു ഇവിടെ ഇരിക്കാൻ. അപ്പം അതൊന്നും ഒക്കത്തില്ല. ഓടിപ്പാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്നാൽ മുത്ത് വന്നിട്ട് കൊണ്ടുവിടുമെന്ന് പറഞ്ഞിട്ട് അന്നേരം പോലും നിൽക്കാൻ വയ്യാതെ പോയിട്ടുണ്ട്. മുത്ത് പിന്നെ പള്ളിയിൽ പോയി. അവർ രണ്ടുപേരും കുർബാനയൊക്കെ കൂടി. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടും കുർബാന സ്വീകരിക്കാനും ഉപസാരിക്കാനും ഒന്നും പറ്റിയില്ല. ഇന്ന് രാവിലെ ഞാൻ രണ്ടുപേരെയും വിളിച്ച് എന്തായാലും നേരത്തെ പോയി കുർബാന പ്രാപിച്ചു. കുർബാന സ്വീകരിച്ച് വന്നിട്ട് അവന് മേളിൽ ചെല്ലണമെന്നുണ്ടല്ലോ. പള്ളി അങ്ങോട്ട് കയറി ചെല്ലണമെന്നുണ്ട്. പോയി വിളിക്കുവോ? ഇവിടെ ഇന്ന് കർട്ടനെല്ലാം ഒന്ന് മാറ്റണം. ഞാൻ മുത്ത് വരുന്നത് നോക്കിയിരിക്കും. അത് കുറേ ജോലികളുണ്ട് ഇവിടെ. ഞാനൊന്നും ചെയ്യുന്നില്ല. ഇവരോട് പറയും ഇവർ ചെയ്യുന്നത് ചെയ്യട്ടെ. ചെയ്തതിൻ്റെതാകുമ്പോൾ എല്ലാവരും കൂടെ എന്നെ കൊല്ലാക്കൊല ചെയ്യും. ഇവിടെ തറ തുടച്ചിട്ടാ, മുറ്റം വൃത്തിയാക്കിയിട്ടാന്നൊക്കെ പറയും. തല ഇളകിയിട്ടാണ് വേദന എന്നൊക്കെ പറയുന്നില്ല. ഇപ്പോൾ എന്നാൽ ശരിയാ, ഒന്നും ചെയ്യില്ല. മോനുക്കുട്ടൻ വരുന്നുണ്ട്. അപ്പു പോയി വിളിക്കാൻ. അത് അവര് കഴുകി. അപ്പു ചേട്ടൻ എന്താ പറഞ്ഞു ടീച്ചർ? മോൻ താഴെ ഇരിക്കാൻ പറ്റിയായിരുന്നോ?
പള്ളി കുർബാനയുടെ സമയത്തോ താഴെയാണോ ഇരുന്നേ? കുഴപ്പമില്ലായിരുന്നല്ലോ, എഴുന്നേക്കാൻ പാടുണ്ടായിരുന്നു. ദൈവം അങ്ങനൊന്നും വരുത്തത്തില്ല കേട്ടോ. കവറിങ്ങതാ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അമ്മയ്ക്ക് അല്ലേ? അമ്മയുടെ അന്നേരം തന്നെ മാറിയതല്ലേ. ഞാൻ ഇങ്ങനെ അമ്മ ഇരിക്കും എണ്ടിക്കുന്ന ഇങ്ങനെ എനിക്ക് അവിടെ ഇപ്പേക്ക് മാറ്റി തരും. ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് എല്ലാരും ജോലിയായിരുന്നു. വാക്വം ക്ലീനറൊക്കെ ഇട്ട് ഇവിടുത്തെ പൊടി എന്തുവാ ഇതിന്റെയൊക്കെ പൊടിയൊക്കെ പിടിക്കുമായിരുന്നു നമുക്ക്. പിന്നെ കർട്ടനെല്ലാം മാറ്റി ജോലിയായിരുന്നു. ഞാന് പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കി തൂത്തുവാരി. ഇപ്പോൾ മുത്ത് അമ്മമ്മയുടെ അടുക്കലോട്ട് പോയതാണ്. മോനിക്കുട്ടനോട് ഞാൻ പറഞ്ഞു റോഡിൽ കുറച്ച് പോച്ചയൊക്കെ കയറി കിടപ്പുണ്ട്, കാട്, അതൊന്ന് വൃത്തിയാക്കാൻ പറഞ്ഞു. അതിന് മോനിക്കുട്ടൻ ഒരു കുഞ്ഞി തൂമ്പായും കൊണ്ട് അവിടെ പോയി നിൽപ്പുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞാനൊന്നും ചെയ്യുന്നില്ല, എനിക്ക് വയ്യ കേട്ടോ. മേൽനോട്ടം വഹിക്കാൻ അങ്ങോട്ടൊന്ന് പോയാലേ അത് നടക്കും. പിന്നെ ജോലിയോട് ജോലിയായിരുന്നു. എന്തുവാ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരു കാര്യവും ഇല്ല താനും. പിന്നെ നമ്മളൊന്നും വൃത്തിയാക്കി ഇട്ടാലും വീടിനകം ഒന്ന് അടുക്കിപ്പെറുക്കാൻ കയറിയാൽ മൊത്തം ഒരു കുന്ന് ആക്രിയാണ്. പിന്നെ മോനിക്കുട്ടനെ മുറിക്കകത്ത് ഒരു ടേബിൾ കിടപ്പുണ്ടായിരുന്നു. അതിന്റെ പ്ലൈവുഡ് എല്ലാം ഇളകി അതിങ്ങനെ പൊടിഞ്ഞു ആ റൂമിനകത്തെല്ലാം വീഴുമായിരുന്നു. അതിൻ്റെ കൂടെ അതിന്റെ ഡ്രോ എല്ലാം പോയതായിരുന്നു. അതൊക്കെ എടുത്ത് വെളിയിൽ കളഞ്ഞു. ആക്രിക്കാർക്ക് വല്ലതും കൊടുക്കാമെന്ന് ഓർത്ത്. പിന്നെ മുത്തിന്റെ സ്റ്റഡി ടേബിളാണ് നമ്മൾ അടുക്കളയിൽ ഒരു സൈഡിൽ ഇട്ടേക്കുമായിരുന്നു. അതെടുത്ത് മോനിക്കുട്ടൻ്റെ മുറിക്കകത്തോട്ടുണ്ട്. ഇപ്പൊ വേറെ സ്റ്റഡി ടേബിൾ മേടിക്കാൻ ഒരിതില്ല. അവിടെ നിന്നിട്ടേ പാട്ട് വരും, ചിലപ്പോൾ കോപ്പിറൈറ്റ് വരും. ഇവിടെ ഒരു താഴെ ഒരു ഗുരുമന്ദിരം ഉണ്ട്, അവിടെ നിന്ന് എന്തൊക്കെയോ പരിപാടികളൊക്കെയാണ്, അതിന്റെ പാട്ടൊക്കെ കേൾക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുന്നു. അപ്പോൾ ഞാനും കുറച്ച് പണികൾ മോനിക്കുട്ടിനെ കൊണ്ട് അവിടെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവിടോട്ട് പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് വന്ന് കുളിക്കണം, തുണി കഴുകിയതൊക്കെ കുറച്ച് മടക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ തുരുതുരാ ജോലികളാണ്. ടൗണിൽ വരെ പോകണം എന്നൊക്കെ വിചാരിച്ചതാണ്. കുഞ്ഞുങ്ങൾക്കെങ്കിലും ഡ്രസ്സൊക്കെ എടുക്കാം എന്ന് വിചാരിച്ചു. എല്ലാവർക്കും എല്ലാ വർഷവും ഓണക്കോടിയൊക്കെ എടുത്തു കൊടുക്കുന്നതാണ്. ഈ വർഷം എത്ര പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ബഡ്ജറ്റൊക്കെ ആകെ താളം തെറ്റിയിരിക്കുകയാണ്. എന്തായാലും
നാളെ മറ്റന്നാളിലും ഒക്കെ ആയിട്ട് ആർക്കെങ്കിലും എടുക്കുന്നെങ്കിൽ എടുക്കണം. ഓണം അപ്പോഴത്തേക്ക് ഓണം വന്നല്ലോ. വയ്യാഴികളൊക്കെ അതിൻ്റെ ഒരു സൈഡിൽ തന്നെ ഇങ്ങനെ വിട്ടുപോകാൻ മടിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇടയ്ക്കൊന്ന് തല പോക്കും, പിന്നെയും അങ്ങ് ഉറങ്ങും, പിന്നെയും തല പോക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ മോനിക്കുട്ടൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ അവിടെ നിർത്തി ജോലി ചെയ്യിക്കാൻ എനിക്ക് പേടിയാവും. ഞാനിവിടെ അവിടോട്ട് പോയി നിൽക്കട്ടെ, എന്നിട്ട് ഒന്ന് കുളിക്കാം എന്ന് വിചാരിച്ചു. കുഞ്ഞോള് വന്ന് ഓണക്കൂട്ട് പാൻ്റാണോ? ആ മാമിക്ക മാമി ഇത് മോനിക്കുട്ടൻ എന്നത്തി വെക്കട്ടെ? മാമി ചുരിദാറിട്ട് നോക്കട്ടെ ചേരുവോ. കൊള്ളാമോ കുഞ്ഞു? കൊള്ളാമോ? കയ്യുടെ ഇച്ചിരി വെള്ളം കുറച്ചാണ്. മണ്ടക്കിട്ട് കറക്റ്റ് അളവാണ്. ഞാൻ പൈപ്പിൽ വെള്ളം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടിട്ട് കഴുകിയാൽ മതിയായിരുന്നു. ആ അയ്യത്തോട്ട് പോയി. കർട്ടൻ കഴുകാൻ എത്ര പേരാന്ന് നോക്കിക്ക്. എൻ്റെ കുഞ്ഞോ വരെയുണ്ട്. ആ ചളക്കകത്ത് കളിക്കൽ. ചള്ള തട്ടാതെ കുഞ്ഞോ കൊല്ലും. എന്തോ ബോധച്ച് മൂടി കിടക്കും. നമുക്ക് ഫ്രിഡ്ജ് വന്നു. പുതിയ ഫ്രിഡ്ജ്. കമ്മലടിക്കുവാന്നോ കുഞ്ഞോയെ? കമ്മലടിക്കുവാണ്. അയ്യോ ഒട്ടിക്കുന്ന കമ്മല. ഫാനോ? ഇപ്പൊ മനസ്സിലായി. മാമി പോന്നില്ല. ഇനിയിപ്പൊ മാമി പോന്നില്ല കേട്ടോ. മാമി പോന്നില്ലേ? മിണ്ടത്തില്ലയോ? ഏതാ വെച്ച രാണിക്കുട്ടി
കുഞ്ഞോനും ഒക്കെ കൂടെ ഓണക്കോടിയും കൊണ്ട് വന്നു. കുറച്ചു നേരം ഇവിടെ ഇരുന്ന് ഇപ്പോഴാണ് പോയത്. 8 മണിയായി. ഞാനത് എനിക്ക് ചിക്കൻ കറി ഉള്ളത് കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴച്ച് വെച്ചതാട്ടോ. ഉണ്ടാക്കട്ടെ. ചോറ് വെച്ചില്ല, ചോറ് ചീരിപ്പുണ്ടായിരുന്നു. ഇവര് ഉച്ചയ്ക്കും ദോശയൊക്കെ കഴിച്ചോണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ചോറിന് നാളെ വെക്കാം എന്ന് വിചാരിച്ചു. ഓഗസ്റ്റ് 23 എൻ്റെ ജീവിതത്തിലെ ഞാൻ ജനിച്ചത് ഉൾപ്പെടെ എല്ലാ 4 ദിവസങ്ങളും കടന്നുപോയത് ഈ ഓഗസ്റ്റ് മാസത്തിലാണ്. ഈ ഒരു ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ വർഷം പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ആ ദിവസത്തിന്റെ ഓർമ്മകളൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല, ഇത് ലാസ്റ്റ് ആണെന്ന്. പക്ഷെ ഷെയർ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഓർക്കാതിരുന്നില്ല. എന്തിനാ ഓർക്കാതെന്ന ചോദ്യം വന്നേക്കാം, ഒരു കാര്യമില്ല. പക്ഷെ നമ്മള് മനുഷ്യരെ ഇങ്ങനെ ആ ദിവസങ്ങളൊക്കെ കടന്നുപോയി. പക്ഷെ ഇന്ന് ഞാൻ രാവിലെ മുതൽ അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചെങ്കിലും ഞാനിങ്ങനെ മനസ്സ് മാറ്റി 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 ഇങ്ങനെ പോവായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അടുക്കിപ്പെറുക്കാനൊക്കെ കയറിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വീണ്ടും എന്നെ അതൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കയ്യിൽ കിട്ടി. മോനുകുട്ടിനെടുത്ത് തന്നു. പിന്നെ മുത്ത് ആ കാർഡൊക്കെ എടുത്തു വെച്ച് അതിനകത്ത് എനിക്ക് എഴുത്തൊക്കെ വായിച്ചു. അപ്പോൾ നമ്മൾ വീണ്ടും ആ ഓർമ്മകളിലേക്കൊക്കെ വീണ്ടും പോയി. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല. നിസ്സാരമായിട്ട് മറന്ന് വേറെ ജീവിതത്തിന്റെ പല തിരക്കുകളിലൊക്കെ ജീവിക്കാൻ കഴിയുന്നവരൊക്കെ ഉണ്ടാവാം. പക്ഷെ എല്ലാവർക്കും അങ്ങനെ പറ്റണം എന്നില്ല. അപ്പൊ ഇന്നത്തെ ദിവസമൊക്കെ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു. കഴിക്കട്ടെ പ്രിയങ്ങളെ. ചപ്പാത്തി ഉണ്ടാക്കി, ചിക്കൻ കറി ഉണ്ടായിരുന്നു, മോനുകുട്ടനും മുത്തും കഴിക്കാനിരുന്നു. ഞാനും കഴിക്കട്ടെ. നാളെ കാണാട്ടോ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.